പ്രായം കൂടുന്തോറും എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം. എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ പലർക്കും ഇത്തരം ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. വളരെ പതുക്കെ അസ്ഥികൾക്കുണ്ടാകുന്ന ഈ വൈകല്യം എല്ലുകളുടെ തേയ്മാനത്തിനും ബലക്ഷയത്തിനും പൊട്ടലിനുമൊക്കെ കാരണമാകാം. പ്രായമാകുമ്പോൾ ചെറുതായി ഒന്ന് കാല് തെറ്റിയാൽ പോലും വലിയ രീതിയിൽ എല്ല് പൊട്ടലിലേക്ക് നയിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത്. ആർത്തവ വിരാമത്തോടുകൂടി സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണം. ഈസ്ട്രോജൻ കുറയുന്നത് അസ്ഥികളുടെ കട്ടി കുറയ്ക്കുവാൻ കാരണമായി തീരും. സ്ത്രീകൾക്കുണ്ടാകുന്ന ഇടുപ്പ്, കൈക്കുഴ, നട്ടൽ എന്നീ ഭാഗങ്ങളിലെ വേദനയ്ക്കെല്ലാം ഓസ്റ്റിയോപോറോസിസ് കാരണമാകാം. ഭക്ഷണത്തിൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ കുറയുന്നത്, വ്യായാമമില്ലായ്മ, മദ്യപാനം, പുകവലി, സ്റ്റീറോയിഡുകളുടെ അമിതമായ ഉപയോഗം, ഫാസ്റ്റ് ഫുഡ് തുടങ്ങി ഓസ്റ്റിയോപോറോസിസിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. ഓസ്റ്റിയോപോറോസിസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലുകളിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന പൊട്ടലുകൾ തന്നെയാണ്. മറ്റൊരു പ്രധാന ലക്ഷണമാണ് നമ്മുടെ നഖങ്ങൾ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതായത് നഖങ്ങളിൽ പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണുള്ളത്. എന്നാൽ ഓസ്റ്റിയോപോറോസിസ് രോഗം പിടിപെടുന്നവരിൽ നഖങ്ങളിൽ വിണ്ടലുകളും കീറലുകളും ഉണ്ടാവുകയും നഖങ്ങൾ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇത് പലരിലും കാണാറുണ്ട്. എന്നാൽ ആരും തന്നെ കൃത്യമായ ശ്രദ്ധ കൊടുക്കാറില്ല. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാന ലക്ഷണം എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക. നമുക്കൊരു കാര്യവും ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ കയറ്റം കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന കിതപ്പ്, ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന വേദന ഒക്കെ ഓസ്റ്റിയോപോറോസിസിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ്. അതുപോലെ പലരിലും കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വിട്ടുമാറാത്ത ശരീരവേദന. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെയും രാവിലെ വേദന ഉണ്ടാവുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻറ്റുകളിൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക എന്നിവയൊക്കെ ഓസ്റ്റിയോപോറോസിസിൻ്റെ ലക്ഷണങ്ങളാണ്. ഓസ്റ്റിയോപോറോസിസിനെ ചെറുത്ത് നിൽക്കുന്നതിനായി അസ്ഥികൾ ബലമുള്ളതാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. ശരീരത്തിന് ആവശ്യമായ പോഷണാഹാരങ്ങൾ കൃത്യമായി കഴിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രായം കൂടുന്തോറും പോഷണങ്ങൾ ആഗിരണം ചെയ്യുവാനുള്ള ശരീരത്തിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു. നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭ്യമാകുന്ന കാൽഷ്യം മുഴുവൻ ശരീരം ആഗിരണം ചെയ്യാറില്ല. നമ്മുടെ ശരീരത്തിൽ എത്ര അളവിൽ കാൽഷ്യം എത്തിയാലും ശരീരത്തിന് അതിനെ വലിച്ചെടുക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാൽഷ്യവും വൈറ്റമിൻ ഡിയും നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ് ഓസ്റ്റിയോപോറോസിസിനെ അകറ്റി നിർത്തുവാൻ ഏറ്റവും നല്ല മാർഗം. പാല്, തൈര്, ചീസ്, പനീർ, ഇലക്കറികൾ എന്നിവ കഴിക്കുന്നത് എല്ലുകൾക്ക് ബലം കൂട്ടും. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിച്ചാൽ ശരീരത്തിൽ ക്ഷാരരസം കൂടും. ക്ഷാര സ്വഭാവമുള്ള ഭക്ഷണം കാൽഷ്യം വലിച്ചെടുക്കുവാൻ എല്ലുകളെ സഹായിക്കും. അതേസമയം അമ്ല സ്വഭാവമുള്ള ഇറച്ചിയും മധുരവും മറ്റും എല്ലുകളിൽ നിന്നും കാൽഷ്യം വലിച്ചെടുക്കും. സൂര്യപ്രകാശത്തിലും പാല്, മുട്ടയുടെ മഞ്ഞ, ചെറിയ മീനുകൾ, കരൾ എന്നിവയിലും ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമിതമായ ഉപ്പ് ഉപയോഗിക്കുന്നത് എല്ലിൽ നിന്നും കാൽഷ്യം നഷ്ടപ്പെടാൻ ഇടയാക്കും. കടയിൽ നിന്നും വാങ്ങുന്ന സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പ് അമിതമായി ഉണ്ടാകും. അച്ചാറ്, പപ്പടം തുടങ്ങി നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും അമിതമായ ഉപ്പുള്ളതിനാൽ ശ്രദ്ധയോടെയും മിതമായിട്ടും വേണം ഇവ ഉപയോഗിക്കുവാൻ. ആയുർവേദത്തിൽ അസ്ഥിക്ഷയത്തിന് ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിച്ചു വരുന്നു. ക്ഷീരബല, സഹജരാതി തുടങ്ങിയ ആവർത്തികൾ, മഹാരാസ്നാദി കഷായം, രാസ്നാമൃതാദി കഷായം, ശംഖഭസ്മം, കാസീസഭസ്മം, ചവനപ്രാശം, ശതാവരി ഗുളം, വിതാരിയാദി ലേഹ്യം, ശതാവരി ചൂർണം, ത്രിഫല ചൂർണം എന്നിവയൊക്കെ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഗന്ധതൈലം പാലിൽ ചേർത്ത് കുടിക്കുന്നതും വളരെ ഗുണകരമാണ്. എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്ന തരത്തിലുള്ള ഭക്ഷ്യകാര്യങ്ങളും ജീവിതചര്യയും ഒക്കെ മെച്ചപ്പെടുത്തണം. അസ്ഥിയുടെ ബലം കൂട്ടുവാനും പേശികളുടെ ബലവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ കൃത്യമായ വ്യായാമം സഹായിക്കുന്നു. ദിവസം അല്പനേരം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്തും. ജീവിതശൈലിയിലൂടെയും ആരോഗ്യകരമായ ക്രമീകരണത്തിലൂടെയും ഓസ്റ്റിയോപോറോസിസിനെ നല്ലൊരു പരിധിവരെ നമുക്ക് തന്നെ ചെറുത്ത് തോൽപ്പിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.